അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14-കാരൻ്റെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നുൾപ്പെടെ 7 മരുന്നുകളാണ് കുട്ടിക്ക് നൽകുന്നത്. മിഥില ബാലൻ്റെ വിശദമായ റിപ്പോർട്ട്. ഗുഡ് മോർണിംഗ് മിഥില, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നു തന്നെയാണ് ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. 7 മരുന്നുകളാണ് ഇപ്പോൾ നൽകുന്നത്. ജർമ്മനിയിൽ നിന്നുൾപ്പെടെ എത്തിച്ച മരുന്ന് ഇതിലുണ്ട്. നേരത്തെ 6 മരുന്നുകളായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ജർമ്മനിയിൽ നിന്നും 7ാമത്തെ മരുന്ന് എത്തിച്ചത്. ഇതുൾപ്പെടെയാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. ഏറ്റവും ആശ്വാസകരം എന്നത് ഈ രോഗലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ ചികിത്സ നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച സമയത്ത് തന്നെ ഈ കുട്ടി കുളിച്ചു എന്ന് പറയുന്ന കുളം അടച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തലവേദനയാണ് ഈ ഒരു രോഗത്തിന് പ്രധാനമായും ആദ്യം പ്രകടമാകുന്ന ഒരു ലക്ഷണം. അത്തരം ലക്ഷണം കണ്ടപ്പോൾ തന്നെ കോഴിക്കോട്ടെ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഈ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ 14 വയസ്സുകാരന്റെ കാര്യത്തിൽ ആശ്വാസകരം. മറ്റൊന്ന് 10 വയസ്സുള്ള ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇത് രോഗലക്ഷണങ്ങളോടെയാണ് ചികിത്സയിലുള്ളത്. ഈ കുട്ടിയുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. കഴിഞ്ഞ ദിവസമാണ് 12 വയസ്സുകാരൻ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മരിച്ചത്. പക്ഷേ ആ കുട്ടിക്ക് തലവേദന വന്നു. പിന്നീട് 2-3 ആശുപത്രികളിൽ ചികിത്സ തേടിയതിനു ശേഷമാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത്. അപ്പോഴേക്കും ആരോഗ്യനില വഷളായിട്ടുണ്ടായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 6ഓളം ദിവസം ഈ വെന്റിലേറ്ററിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത്. അത്തരം ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഈ 14 വയസ്സുകാരന്റെ കാര്യത്തിൽ ഇല്ല എന്നത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യം. എസ്കേൻ.